കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിയിൽ CPM-ന്റെ വിപ്ലവഗാനം ആലപിച്ചത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയല്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ക്ഷേത്രത്തിലെ വിപ്ലവഗാനാലാപനത്തിൽ സമൂഹമാധ്യമങ്ങളിലും വ്യാപകമായ പ്രതിഷേധമുണ്ട്. കടക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിലെ സംഗീത പരിപാടിയിലാണ് CPM DYFI പതാകകളുടെ പശ്ചാത്തലത്തിൽ വിപ്ലവഗാനങ്ങൾ ആലപിച്ചത്. സംഭവം വിവാദമായതിനു പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണം പ്രഖ്യാപിച്ചു. ദേവസ്വം വിജിലൻസ് SP-യോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അന്വേഷണം ഞങ്ങൾ ഉപദേശക സമിതിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിജിലൻസ് SP ഉണ്ട്. SP-യെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനും ഉത്തരവ് കൊടുത്തു. ഉചിതമായ തീരുമാനം ഉണ്ടാവും. കാരണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്, ദേവസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിയോ പരിപാടികളോ പാടില്ല. അത് സുവ്യക്തമായ കോടതി വിധിയാണ്. അത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടയാളം പാടില്ലെന്ന് കോടതി നിർദ്ദേശമുണ്ടെന്നും ഇത് പാലിക്കുന്നതിൽ കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിക്ക് വീഴ്ചയുണ്ടായെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇത് ഉപദേശകരുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഉപദേശക സമിതിയാണ്. ആ ഉപദേശക സമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. ക്ഷേത്ര പരിപാടിയെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് CPM ഉപയോഗിച്ചുവെന്നാരോപിച്ച് വിവിധ ഹിന്ദു സംഘടനകളും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ. എന്നാൽ സദസ്സിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗായകൻ അലോഷി പാടിയെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. 24 കൊല്ലം.